ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സാധാരണ ഞാൻ എടുക്കുന്നത് പോലെ ഒരു ക്ലാസ് ആയിട്ടല്ല. ഇത് ബെയർ ആക്ട് വെച്ചിട്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. PSC ഡയറിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 അഥവാ വിവരാവകാശ നിയമം 2005. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഈ വിവരാവകാശ നിയമത്തിൻ്റെ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സാധാരണ ഞാൻ എടുക്കുന്നത് പോലെ ഒരു ക്ലാസ് ആയിട്ടല്ല. ഇത് ബെയർ ആക്ട് വെച്ചിട്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് റാങ്ക് ഫെയിലിൽ കാണുന്നത് പോലുള്ള വിവരങ്ങളല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് ഒരു ഓർഡർ ഇന്ന് നിങ്ങൾക്കുണ്ടാകും. അതായത് എനിക്ക് ഇന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ പറ്റുന്നത് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഉറപ്പായിട്ടും അത് കാണാതെ പഠിക്കേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മൾ ക്ലർക്കായിട്ട് ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു സീറ്റിലാണ്, വിവരാവകാശം കൈകാര്യം ചെയ്യുന്ന ഒരു സീറ്റിലാണ് നമ്മൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ വിവരാവകാശത്തിന് മറുപടി കൊടുക്കേണ്ടത് എന്നതിനെയൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യാവസാനം വരെ കാണുക. അപ്പം നമുക്ക് ഈ വിവരാവകാശ നിയമത്തിൻ്റെ ഇത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഗതികൾ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് വിവരാവകാശ നിയമം 2005. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ച്വലി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 അതിന്റെ ആക്ട് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആക്ടാണ്. 11/3/2022 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആക്ടാണ്. അതായത് 2019 അമെൻമെന്റ് കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആക്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ചില സംഗതികൾ ആദ്യം നിങ്ങൾ കേൾക്കുക. ഒന്ന്, വിവരാവകാശ നിയമം 2005. ഇന്ത്യയിലെ സർക്കാർ ഭരണ നിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്ന സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. ഇന്ത്യയിലെ സർക്കാർ ഭരണ നിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്ന സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. ഈ നിയമത്തിൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി എല്ലാ ഓഫീസുകളിലും പൊതുവിവരാധികാരികളെ നിയമിക്കണമെന്നും മേൽനോട്ടത്തിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കമ്മീഷനുകളെ നിയമിക്കണമെന്നും ഏതൊരു ഭാരതീയ പൗരനും വിലക്കപ്പെട്ട ചുരുക്കം ചില വിവരങ്ങൾ ഒഴിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ സർക്കാർ സഹായം പറ്റുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയോ കൈവശമുള്ള ഏതൊരു രേഖയും നിശ്ചിത തുകയടച്ച് അപേക്ഷിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണമെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഒന്നുകൂടി വായിക്കാം, ജസ്റ്റ് നല്ലപോലെ കേട്ടിരിക്കുക. ഈ നിയമത്തിൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി എല്ലാ ഓഫീസുകളിലും പൊതുവിവരാധികാരികളെ നിയമിക്കണമെന്നും ഈ മേൽനോട്ടത്തിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കമ്മീഷനുകളെ നിയമിക്കണമെന്നും ഏതൊരു ഭാരതീയ പൗരനും വിലക്കപ്പെട്ട ചുരുക്കം ചില വിവരങ്ങൾ ഒഴിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ സർക്കാർ സഹായം പറ്റുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയോ കൈവശമുള്ള ഏതൊരു രേഖയും നിശ്ചിത തുകയടച്ച് അപേക്ഷിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണമെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. അപ്പൊ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. നമ്മുടെ ഈ വിവരാവകാശ നിയമം 2005 ഇത് പാസ്സാക്കുന്നത്. ഇതിന്റെ മുൻഗാമിയുണ്ട്. ഇതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. ഇനി വിവരാവകാശ നിയമം 2005 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15 ഇതിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2005 ജൂൺ 15. ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു ഡേറ്റ് ആണ്. നിങ്ങളൊരു നോട്ടുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്, വിവരാവകാശ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15. ഇത് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതിന്റെ വർഷമാണ്. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? 2005. അതിനുശേഷം ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ 2005 ഒക്ടോബർ 12.
ഇതിന് ശേഷം ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഈ പ്രസിഡന്റ് ഒപ്പുവെച്ചതാണ് 2005 ജൂൺ 15. അപ്പം നിങ്ങൾക്ക് ആ ഡേറ്റ് ക്ലിയർ ആയല്ലോ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു ഇച്ചിരി കൺഫ്യൂഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ഓർത്തിരിക്കാൻ പറഞ്ഞത്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. 2005 ഞാൻ ഇത് എഴുതുന്നതിൽ എനിക്ക് സ്പീഡ് കുറവാണ്, അതാണ് ഞാൻ എടുക്കാത്തത്. 2005 ഒക്ടോബർ, ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഒക്ടോബർ 12-നാണ് നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുന്നത് നമ്മുടെ 2005 ഒക്ടോബർ 12-നാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിലവിൽ വരുന്നതിനും, അതായത് നിലവിൽ വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം നിലവിൽ ബാധകമായിട്ടുള്ളത് 2005 ഒക്ടോബർ 12-ന് ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ബാധകമായിട്ട് വരുന്നത് 2005 ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12-ന് ശേഷം ജമ്മു കാശ്മീർ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ വിവരാവകാശ നിയമം ബാധകമാണ്. അങ്ങനെ 2005 ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു സംസ്ഥാനം ഇത് പാസ്സാക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് 2005 വിവരാവകാശ നിയമം, പ്രത്യേകം കേൾക്കുക, വിവരാവകാശ നിയമം 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഇനി പറയുന്ന പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് 2005 ഈ സംഭവം നടക്കുന്നത്. പക്ഷേ 1997 ഒരു സംസ്ഥാനമെന്ന നിലയ്ക്ക് തദ്ദേശീയമായിട്ട് ആദ്യമായിട്ട് ഈ വിവരാവകാശ നിയമം അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തമിഴ്നാടാണ്. മനസ്സിലായി? ഇത് പറയാനാണ് ഞാൻ ഇത്രയും ഇതിലേക്ക് എത്തിയത്. അതായത് 1997 നമ്മുടെ വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിനും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട് എന്ത് ചെയ്തിരുന്നു? അവരുടെ സ്വതന്ത്രമായ രീതിയിൽ തന്നെ തദ്ദേശീയമായിട്ട് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം അവർ കൊണ്ടുവന്നിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആ ചോദ്യത്തിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് 1997. എന്നാൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ 2005 ഈ നിയമം പാർലമെന്റ് പാസ്സാക്കി. അതിനുശേഷം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഇനി ഞാനിവിടെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. 2005 ഒക്ടോബർ 12-ന് ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നുവെങ്കിലും ജമ്മു ആൻഡ് കാശ്മീർ ആ സമയത്ത് സംസ്ഥാനമാണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ വിവരാവകാശ നിയമം ബാധകമല്ലായിരുന്നു. പക്ഷേ 2019 ഭേദഗതി ചെയ്തതിന് ശേഷം ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ സംസ്ഥാനമല്ല. ഇപ്പോൾ ശരിക്കും വിവരാവകാശ നിയമം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധകമാണ്. മനസ്സിലായി? അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 2005 ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനമായിട്ടുണ്ടായിരുന്നു, അല്ലെ? 2005 വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന് ഒഴികെ എന്നും പറഞ്ഞിട്ടാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ വിവരാവകാശ നിയമം ബാധകമല്ല, അവിടെ ഈ വിവരാവകാശ നിയമം ഇല്ല. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വിവരാവകാശ നിയമം ബാധകമാണെന്നും പറഞ്ഞാണ് 2005 ഒക്ടോബർ 12-ന് ഇത് നിലവിൽ വരുമ്പോഴുള്ള അവസ്ഥയാണ്. പക്ഷെ 2019 ഭേദഗതി നടന്നതിന് ശേഷം ഇപ്പോൾ 2005 പറയുമ്പോൾ വിവരാവകാശ നിയമം 2005 എന്ന് തന്നെ പറയത്തുള്ളൂ. ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണോ എന്ന് ചോദിച്ചാൽ ബാധകമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒക്കെ ഇത് ബാധകമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ലോജിക് ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ബേസിക് സംഗതികൾ കഴിഞ്ഞിട്ടില്ല. കുറച്ച് പോയിന്റുകളുടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ബെയർ ആക്ടിലേക്ക് കടക്കുകയാണ്. അടുത്തത്, വിവരാവകാശ നിയമം പാസ്സാക്കുവാൻ കാരണമായ സംഘടന ഏതെന്ന്. ഇത് നിരന്തരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് ആ സംഘടന. വിവരാവകാശ നിയമം പാസ്സാക്കുവാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന്റെ സ്ഥാപക അരുണ റോയാണ്. ഇത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ആരാണ്? അത് ഷാഹിദ് റാസ ബർണയാണ്. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർണയാണ്. ഇത് പൂനെ പോലീസ് സ്റ്റേഷനിലാണ് നൽകിയത്.
ഇനി വിവരാവകാശ നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അത് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ലക്ഷ്യം എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക. ഇവിടെ ചില ടേംസ് ഒക്കെ വരും. പൊതു അധികാര സ്ഥാപനങ്ങൾ, അതേപോലെ വിവരം, പൊതു അധികാരി, ഇങ്ങനെയുള്ള ചില ടേംസ് ഒക്കെ വരും. അതൊക്കെ നമുക്ക് പഠിക്കാം. ഇവിടെ പൊതു അധികാര സ്ഥാപനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന സ്ഥാപനങ്ങളുമാണ് പൊതു അധികാര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക. രണ്ടാമത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക. മൂന്നാമത്തേത് ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. അപ്പോൾ വിവരാവകാശ നിയമത്തിന്റെ മൂന്നാമത്തെ ലക്ഷ്യമാണ് ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബെയർ ആക്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇനി ശ്രദ്ധയോടെ ഇരിക്കുക. ബെയർ ആക്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് ബെയർ ആക്ട് എന്ന് പറയുന്നത്. ബെയർ ആക്ട് അപ്പോൾ നോക്കുക, ഇതിൽ ഞാനത് സൂം ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ബെയർ ആക്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ബെയർ ആക്ട്. ഇനി പറയുന്നത് ഈ ബെയർ ആക്ടിൽ നോക്കി തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇത് സൂം ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾ കാണുക. ഇതിൽ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അടുത്ത ഈ ബെയർ ആക്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഈ ബെയർ ആക്ടിൽ എത്ര ഷെഡ്യൂൾ ഉണ്ടെന്നാണ് ചോദ്യം. ശരിക്കും ബെയർ ആക്ടിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, 2 ഷെഡ്യൂളാണ് ആക്ടിലുള്ളത്. 2 ഷെഡ്യൂളാണ് ആക്ടിലുള്ളത്. ചോദിച്ചിട്ടുണ്ടായിരുന്നതിന് മുമ്പ് വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര? 2 എണ്ണമാണ്. അതിൽ ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമത്തിൽ വരുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഷെഡ്യൂളാണ് ഒന്നാമത്തെ ഷെഡ്യൂളിൽ ഉള്ളത് എന്താണ്? വിവരാവകാശ നിയമത്തിൽ വരുന്ന സ്ഥാപനങ്ങളാണ്, അല്ലെ? വിവരാവകാശ നിയമത്തിൽ വരുന്ന സ്ഥാപനങ്ങളാണ് ഒന്നാമത്തെ ഷെഡ്യൂൾ നോക്കിയാൽ അതിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ വരുന്നു? സ്ഥാപനങ്ങൾ, അത് വിവരാവകാശത്തിന്റെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, ഒന്നാമത്തെ ഷെഡ്യൂൾ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം, അതാണ് ഒന്നാമത്തെ ഷെഡ്യൂൾ. ഇനി രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറയുന്നതോ അത് വിവരാവകാശ നിയമത്തിൽ വരാത്ത സ്ഥാപനങ്ങളാണ്. അതായത് ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഷെഡ്യൂൾ. ക്ലിയർ ആയോ? ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം. രണ്ടാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നമുക്ക് നൽകുന്നില്ല. ഇതാണ് 2 ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 2 ഷെഡ്യൂൾ, അല്ലേ? അപ്പോൾ വിവരാവകാശ നിയമത്തിൽ 2 ഷെഡ്യൂളാണുള്ളത്. ഇനി 2 ഷെഡ്യൂൾ ചാപ്റ്റർ എത്രയെന്ന് ചോദിച്ചാൽ, അല്ലേ, 2 ഷെഡ്യൂൾ ചാപ്റ്റർ 6 ചാപ്റ്ററാണ് ഇതിനകത്തുള്ളത്. 6 അധ്യായങ്ങളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്കൊന്ന് നോക്കാതെ ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ കാണുന്നുണ്ടാവും, അല്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. ചാപ്റ്റർ ഇത് നിങ്ങളെ കണ്ടു തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണ്ടു തന്നെ ചാപ്റ്റർ ഇതുണ്ട്. ചാപ്റ്റർ 1 കണ്ട, ഒന്നാമത്തെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 കണ്ട, ചാപ്റ്റർ 4, ചാപ്റ്റർ 5, ദ ലാസ്റ്റ് ചാപ്റ്റർ കണ്ട, ചാപ്റ്റർ 6 കണ്ട. ചാപ്റ്റർ 6 മിസലേനിയസ് ആണ് കണ്ട, ചാപ്റ്റർ 6. ഇനി ഇവിടെ തന്നെ 6 ചാപ്റ്ററും നിങ്ങളിത് ഇവിടെ നോക്കിയാൽ കാണാം 31 കണ്ട, 31 സെക്ഷനുകളാണ് വരുന്നത്. 6 ചാപ്റ്ററും 31 സെക്ഷനുകളും, 6 ചാപ്റ്റർ. അപ്പോൾ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 6 ചാപ്റ്റർ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുപഠിക്കുകയാണ്. നിങ്ങൾ വിവരാവകാശ നിയമത്തിൽ 6 ചാപ്റ്ററുകളും 31 സെക്ഷനുകളും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ 2 ഷെഡ്യൂളുണ്ട്. 2 ഷെഡ്യൂള്, 6 ചാപ്റ്റർ, 31 സെക്ഷൻ. അപ്പോൾ നിങ്ങളത് ഇപ്പം തന്നെ അത് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് കണ്ടോ. 6ാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററാണ് ഈ കാണുന്നത്. 6ാമത്തെ ചാപ്റ്റർ, അതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മിസലേനിയസ് അല്ലെങ്കിൽ അതേഴ്സ്, അല്ലെ, മറ്റുള്ളവ എന്നാണ് മിസലേനിയസ്. 6ാമത്തെ ചാപ്റ്ററിൽ ലാസ്റ്റത്തെ സെക്ഷൻ നോക്കിയാൽ 31ാമത്തെ സെക്ഷനാണ്. അപ്പോൾ 2 ഷെഡ്യൂള്, 6 ചാപ്റ്റർ, 31 സെക്ഷൻ, അല്ലേ? ഇത് നമ്മൾ 2631 എന്നുള്ള നമ്പർ നിങ്ങൾ ഓർത്തിരിക്കുക. 2 ഷെഡ്യൂള്, 6 ചാപ്റ്റർ, 31
സെക്ഷൻ 2631. നമുക്ക് ആദ്യത്തെ ആ ഒരു പേജിലേക്ക് നമുക്ക് വരാം. ഇവിടെ ചാപ്റ്റർ 1 അല്ലെ, ചാപ്റ്റർ 1 ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പോവാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ചാപ്റ്റർ 1 അപ്പോൾ ഇത് പഠിക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 ഷെഡ്യൂളുണ്ട്, അതേപോലെ തന്നെ 6 ചാപ്റ്റർ ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 31 സെക്ഷനുണ്ട്. ഇനി വിവരാവകാശ നിയമം, ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇവിടെ നിങ്ങൾ നോക്കുക. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ പറയുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ജൂൺ 15 ഇത് അല്ലെ പാർലമെന്റ് പാസ്സാക്കിയെന്ന് പറയുന്നത്. ആ ഡേറ്റ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കണ്ടോ? ആ ഡേറ്റിന് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, കണ്ടോ? ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, ഇതിൽ ആക്ട് നമ്പർ 22, 2005 22ാം ആക്ടാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, അതത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല. പക്ഷേ ഈ പറയുന്ന 2005 ജൂൺ 15 ഇത് പാർലമെന്റ് പാസ്സാക്കുന്നത്, കണ്ട? അപ്പോൾ ആ ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, എന്താണ് വിവരാവകാശ നിയമം എന്നതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ സെറ്റിംഗ് ഔട്ട് ദ പ്രാക്ടിക്കൽ റെജീം ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഫോർ സിറ്റിസൺ ടു സെക്യൂർ ആക്സസ് ടു ഇൻഫർമേഷൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് പബ്ലിക് അതോറിറ്റീസ് ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ വർക്കിംഗ് ഓഫ് എവരി പബ്ലിക് അതോറിറ്റി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് State Information Commissions and for matters connected therewith or incidental thereto. മനസ്സിലായി? ഇവിടെ പറയുന്നത് അഴിമതി തടയാൻ സർക്കാർ ഓഫീസുകളിലെ അല്ലെങ്കിൽ പൊതു അധികാര സ്ഥാപനങ്ങളിലെ അഴിമതികൾ തടയുക എന്നതാണ് ഒരു ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു കേന്ദ്ര വിവരാവകാശ നിയമ കമ്മീഷനെയും അതേപോലെ ഒരു സംസ്ഥാന വിവരാവകാശ നിയമ കമ്മീഷനെയും രൂപീകരിക്കണമെന്നും ആക്ടിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമം 2005 ആക്ട് വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, അല്ലേ? അതായത് നമ്മുടെ ഭരണരംഗത്തെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്, അതായത് അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതു അധികാര സ്ഥാപനങ്ങളിലെ അതായത് സർക്കാർ ഓഫീസുകളിലെ അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഒരു കേന്ദ്ര വിവരാവകാശ നിയമ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും രൂപീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഓരോ ചാപ്റ്ററിലേക്കും നമുക്ക് ആ ചാപ്റ്ററുകളൊക്കെ ആദ്യം ഒന്ന് പഠിച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതിൽ 6 ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെ? 6 ചാപ്റ്റർ ഉണ്ട്, 31 സെക്ഷൻ ഉണ്ട്, 2 ഷെഡ്യൂൾ ഉണ്ട്. ഇനി ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം, നിങ്ങൾക്ക് അറിയാം, അല്ലെ? 6 ചാപ്റ്റർ, 31 സെക്ഷൻ, 2 ഷെഡ്യൂൾ. അപ്പോൾ നമുക്ക് അടുത്ത അതിൻ്റെ ചാപ്റ്റർ 1 എന്താണെന്ന് നോക്കാം. ചാപ്റ്റർ 1 എപ്പോഴും പ്രിലിമിനറി ആയിരിക്കും, കേട്ടോ. ഏതൊരു ആക്ടിൻ്റെയും ചാപ്റ്റർ 1 എപ്പോഴും പ്രിലിമിനറി ആയിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ വിവരാവകാശ കമ്മീഷൻ എടുത്താലും അല്ലെങ്കിൽ ഏതെടുത്താലും പ്രിലിമിനറി ആയിരിക്കും ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിക്കുന്ന ചാപ്റ്റർ ഏത് എന്ന് പറഞ്ഞ് ചാപ്റ്റർ 1 കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് സ്കിപ്പ് ചെയ്യാം. ഏതൊരു ആക്ടിൻ്റെയും ചാപ്റ്റർ 1 പ്രിലിമിനറി അല്ലെങ്കിൽ പ്രാരംഭികം എന്നുള്ളതായിരിക്കും. ഇനി അടുത്ത ഒരു പ്രാരംഭികം, അത് കണ്ടല്ലോ. പ്രാരംഭികത്തിൽ പറയുന്ന എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാരംഭികത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രാരംഭികത്തിൽ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ സെക്ഷൻസ് ഉണ്ട്. ചാപ്റ്റർ 1 2 സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. 2 സെക്ഷൻസ് ആണ് ചാപ്റ്റർ 1 വരുന്നത്. നിങ്ങൾ കണ്ടു തന്നെ പഠിക്കുകയാണ് 2 സെക്ഷൻസ്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒന്നാമത്തെ സെക്ഷനിൽ വരുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ ഡെഫിനിഷൻസ് ആണ് വരുന്നത്. അല്ലെ? ഒന്നാമത്തെ സെക്ഷനിൽ ഈ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഷോർട്ട് ടൈറ്റിലാണ്. ഷോർട്ട് ടൈറ്റിൽ മീൻസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ളതാണ് ആ ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ് എന്ന് പറയുന്നത്, അല്ലെ? ഈ നിയമത്തിന്റെ തലക്കെട്ട് എന്താണ്? ടൈറ്റിൽ വിവരാവകാശ നിയമം 2005. ഇതിന്റെ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് ഇത് ബാധകമായിട്ടുള്ളത്. അതായത് ഈ നിയമം ഇന്ത്യയിൽ അവതരിപ്പിക്കുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ബാധകമായിട്ടുള്ളതെന്നുള്ളതാണ് എക്സ്റ്റെൻഡ് പറയുന്നത്. ഇത് 2005 അവതരിപ്പിച്ചപ്പോൾ ജമ്മു കാശ്മീർ ഒഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ബാധകമായിരുന്നു. പിന്നീട് ഭേദഗതി നടത്തിയതിന് ശേഷം ഇപ്പോൾ ജമ്മു കാശ്മീർ എന്നൊരു സംസ്ഥാനമില്ല. ഭേദഗതി നടത്തിയതിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമാണ്. നിങ്ങൾ കൃത്യമായിട്ട്
ഓർത്ത് വെക്കുക, ഇതൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ചാപ്റ്റർ 1 പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 2 സെക്ഷൻസ് നിങ്ങൾ പഠിച്ചു. സെക്ഷൻ 1 എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമന്റ്മെന്റ്. ഇനി സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പൊതു അധികാരി, അതേപോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അതേപോലെ എന്താണ് വിവരം, ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നതാണ് ഡെഫിനിഷൻ. അതായത് ഈ ആക്ടിൽ കുറേ അധികം ടേംസ് പറയുന്നുണ്ട്. ആ ടേംസ് എന്താണെന്ന് വിശദീകരിച്ച് കൊടുക്കുന്നതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിച്ചിട്ട് ഞാൻ അതിലേക്ക് കടന്ന് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഡെഫിനിഷൻ, അതിലേതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ സെക്ഷൻ 2 എഫ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. സെക്ഷൻ 2 ഈ 2 ഡെഫിനിഷൻസിൽ എഫ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതാണ് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിനെക്കുറിച്ച് പറയുന്നത്, ഇൻഫർമേഷൻ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കടന്ന് പഠിപ്പിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ ചാപ്റ്റർ 1 പഠിച്ചു അല്ലേ? ചാപ്റ്റർ 1 എന്താണ്? ചാപ്റ്റർ 1 എപ്പോഴും പ്രിലിമിനറി ആയിരിക്കും. അതിൽ 2 സെക്ഷൻസ് ഉണ്ടാവും അല്ലേ? സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. സെക്ഷൻ 1 എപ്പോഴും ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് മിക്കവാറും ഡെഫിനിഷൻ തന്നെയായിരിക്കും. ഇനി അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. ചാപ്റ്റർ 2 നിങ്ങളൊരു ബുക്ക് എടുത്ത് എഴുതി വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. ചാപ്റ്റർ 2 പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ് ആണ്. ഇങ്ങനെ തന്നെ പഠിക്കുക. ചാപ്റ്റർ 2 വരുന്ന എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് പബ്ലിക് അതോറിറ്റി ആണെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും എന്നാണ്. എന്താണ്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളും. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ് ആണ് ചാപ്റ്റർ 2 വരുന്നത്. ചാപ്റ്റർ 2. അപ്പോൾ നമ്മൾ സെക്ഷൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചാപ്റ്റർ 2 സെക്ഷൻ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 3. അപ്പോൾ സെക്ഷൻ 1ഉം 2ഉം നമ്മൾ പഠിച്ചു. എന്താ? സെക്ഷൻ 1 എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. സെക്ഷൻ 2 ഡെഫിനിഷൻസ്. സെക്ഷൻ 3 വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 2 സെക്ഷൻ 3 എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ അതായത് വിവരത്തിനുള്ള അവകാശം എന്നാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 3. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 3 എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളതാണ് ആ സെക്ഷൻ 3 പറയുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ. മനസ്സിലായോ? ഇപ്പം എനിക്കും നിങ്ങൾക്കും ഒക്കെ നമ്മുടെ വിവരാവകാശ നിയമത്തിലെ ചാപ്റ്റർ 2 സെക്ഷൻ 3 പ്രകാരം ഒരു വിവരം, സർക്കാരിൽ നിന്ന് ഒരു വിവരം ലഭിക്കുന്നതിന് നമുക്കൊക്കെ അർഹതയുണ്ടെന്നാണ് ഈ സെക്ഷൻ 3 പറയുന്നത്. ക്ലിയർ ആയോ? സെക്ഷൻ 3 പറയുന്നത് റൈറ്റ് ആണ്, നമ്മുടെ അവകാശം. റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരം ലഭിക്കുന്നതിനുള്ള നമ്മുടെ അവകാശത്തെ കുറിച്ചിട്ടാണ് സെക്ഷൻ 3 പറയുന്നത്. മനസ്സിലായോ? അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? വിവരം ലഭിക്കുന്നതിനുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് സെക്ഷൻ 3 പറയുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ. വിവരാവകാശത്തിലെ നിയമത്തിലെ അങ്ങനെയുണ്ട്. അല്ല, വിവരം ചോദിച്ചാൽ ഉടനെ എല്ലാം എടുത്തു തരണമെന്നില്ല. അവിടെ ഒരു ക്ലോസ് ഉണ്ട്. എന്താണ്? വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ കുറെ വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 3. എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉറപ്പു നൽകുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 3 ആണ്. കാരണം സെക്ഷൻ 3യുടെ പേര് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വകുപ്പിനെ വിവരാവകാശ നിയമത്തിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്നു. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ സെക്ഷൻ 3 എന്താണ് വിളിക്കുന്നത്? വിവരാവകാശ നിയമത്തിന്റെ ആത്മാവ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതായത് നമുക്ക് വിവരാവകാശത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു വിവരം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ് സെക്ഷൻ 3. അതുകൊണ്ട് ഇതിനെ വിവരാവകാശ നിയമത്തിന്റെ ആത്മാവ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത സെക്ഷൻ നോക്കുക. അടുത്ത സെക്ഷൻ. അപ്പോൾ ഇനി ഇതൊരു ഓർഡറിലാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ 3 പറയുന്നത് എന്താ? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വിവരം അല്ലെങ്കിൽ വിവരാവകാശത്തിനുള്ള അർഹതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വിവരം ആരെങ്കിലും ഒരാൾ തരണമല്ലോ, എവിടുന്നെങ്കിലും കിട്ടണമല്ലോ. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ നമുക്ക് വിവരം തരേണ്ട ആൾക്കാരുണ്ടല്ലോ, അവരുടെ കടമകൾ എന്താണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം സെക്ഷൻ 3 പറയുന്നു നമുക്ക് വിവരം ലഭിക്കാനുള്ള അർഹത അല്ലെങ്കിൽ അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. സെക്ഷൻ 3 ഇന്ത്യയിലെ പൗരന്മാർക്ക് വിവരം ലഭിക്കാൻ അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വിവരം തരേണ്ട ചില ഓഫീസുകളുണ്ടല്ലോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളുണ്ടല്ലോ, അവരുടെ കടമകളെ കുറിച്ചിട്ടാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. ഒബ്ലിഗേഷൻസ് ഓഫ്
പബ്ലിക് അതോറിറ്റി, അതായത് പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെ പറ്റിയാണ് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, ഞാൻ പറഞ്ഞു നമുക്ക് വിവരങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ വിവരങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ ആ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു അധികാര സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, അവരുടെ കടമകളെ പറ്റിയിട്ടാണ് സെക്ഷൻ 4 പറയുന്നത്. ഇത് കണക്ട് ചെയ്താണ് നമ്മൾ താഴോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ 4ാമത്തെ എന്താണ്? ഒബ്ലിഗേഷൻസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ്, അതായത് നമുക്ക് വിവരം തരാൻ ബാധ്യതപ്പെട്ട പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെ പറ്റിയാണ് സെക്ഷൻ 4 പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് വിവരം തരാൻ അധികാരപ്പെട്ട പൊതു അധികാര സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് വിവരം തരേണ്ട ഒരു അധികാരി അവിടെ ഉണ്ടാകും. ആ അധികാര സ്ഥാപനങ്ങളിൽ ഒരു അധികാരി ഉണ്ടാകും. അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 5. അതാണ് ഡെസിഗ്നേഷൻ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം നോക്കുക. സെക്ഷൻ 3 പറയുന്നത് നമുക്ക് വിവരം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ വിവരം തരാൻ അർഹതപ്പെട്ട ആൾക്കാരുടെ കടമകളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 4 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവരം ലഭിക്കാൻ അല്ലെങ്കിൽ അത് തരാൻ കഴിവുള്ള സ്ഥാപനങ്ങളിൽ ഒരു കൃത്യമായിട്ടൊരു ഉദ്യോഗസ്ഥനുണ്ട് ഈ വിവരം തരുന്നതിന്. ആ ഉദ്യോഗസ്ഥന്റെ ഡെസിഗ്നേഷൻ, ആ ഉദ്യോഗസ്ഥന്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ കുറിച്ചിട്ടാണ് സെക്ഷൻ 5 പറയുന്നത്. മനസ്സിലായി? ആ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നമുക്ക് വിവരം ലഭിക്കാൻ അർഹതയുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? വിവരം തരാൻ ഒരു ഓഫീസുകളുണ്ട്. ആ ഓഫീസിന് ചില കടമകളെ കുറിച്ച് പറയുന്നു, അല്ലെ? ആ കടമകളുള്ള ആ ഓഫീസിൽ നമുക്ക് കൃത്യമായി വിവരം തരാൻ ഒരു ഓഫീസർ ഉണ്ടാകണം എന്ന് പറയുന്നു. ആ ഓഫീസറുടെ നിയമനത്തെ കുറിച്ചിട്ടാണ് 5 പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയറായി. നമുക്ക് വിവരം ലഭിക്കാൻ അവകാശവും ഉണ്ട്, അത് തരാൻ ഒരു സ്ഥാപനവും ഉണ്ട്, ആ സ്ഥാപനത്തിൽ അത് കൃത്യമായിട്ട് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനും ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് വിവരം ലഭിക്കണമല്ലോ. അപ്പം വിവരം നമ്മൾ എങ്ങനെ ചോദിക്കും അവരോട്? അതാണ് 6 പറയുന്നത്. അതായത് വിവരം ലഭിക്കേണ്ട അപേക്ഷയെ കുറിച്ചിട്ടാണ്. നമ്മളൊരു അപേക്ഷ കൊടുത്താലല്ലേ വിവരം ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ വിവരം ലഭിക്കേണ്ടതെന്നുള്ള അപേക്ഷയെ കുറിച്ചിട്ടാണ് അടുത്ത 6 പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രക്ചർ, നിങ്ങൾ ഓർഡർ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കണം, അല്ലേ? 3 പറയുന്നത് വിവരം ലഭിക്കാൻ നമുക്ക് അർഹതയുണ്ടെന്ന്. 4 പറയുന്നു ആ വിവരങ്ങൾ തരാൻ അധികാരപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെന്ന്. സെക്ഷൻ 5 പറയുന്നു ആ അധികാര സ്ഥാപനങ്ങളിൽ വിവരാവകാശം തരാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു സെക്ഷൻ 5. സെക്ഷൻ 6 പറയുന്നത് ഇനി എങ്ങനെയാണ് ഒരു അപേക്ഷ കൊടുക്കേണ്ടതെന്ന്, വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? വിവരം നമുക്ക് വേണം, വിവരം തരാൻ ആളുമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു അപേക്ഷ എഴുതി കൊടുക്കണം. ആ അപേക്ഷയെ കുറിച്ചിട്ടാണ് സെക്ഷൻ 6 പറയുന്നത്. ഇനി 7 ഇനി അങ്ങനെ ഒരു വിവരാവകാശത്തിനുള്ള ഒരു അപേക്ഷ കിട്ടിയാൽ, ആ അപേക്ഷ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ സെക്ഷൻ 6 പറയുന്നത് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ അല്ലെങ്കിൽ വിവരം ചോദിക്കേണ്ട രീതിയെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 7 പറയുന്നത് ഡിസ്പോസൽ ഓഫ് റിക്വസ്റ്റ് ആണ്. അതായത് അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയാൽ അത് തീർപ്പാക്കണമല്ലോ. ആ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കണ്ട. നിയമം അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഒരു അപേക്ഷ കിട്ടിയാൽ അതിന് ഒരു തീർപ്പ് കൊടുക്കണമല്ലോ. അപേക്ഷ തന്ന ഒരാൾക്ക് ഒരു മറുപടി കൊടുക്കണമല്ലോ. അതാണ് സെക്ഷൻ 7. മനസ്സിലായോ? ആ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലെ? വിവരം ലഭിക്കാൻ അവകാശമുണ്ട്, അല്ലെ? വിവരം തരാൻ ഒരു ഓഫീസുണ്ട്, ആ ഓഫീസിൽ ഒരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ വിവരം ലഭിക്കാൻ എന്ത് ചെയ്യണം? നമ്മളൊരു അപേക്ഷ കൊടുക്കണം. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയാൽ എന്ത് ചെയ്യണം? അതിനൊരു മറുപടി തരണം, ഒരു തീർപ്പാക്കൽ തരണം, അല്ലെ? ഇത്രയുമാണ് സെക്ഷൻ 3 ഓർഡറായിട്ട്, സെക്ഷൻ 3 മുതൽ സെക്ഷൻ 7 വരെ ഓർഡറായിട്ട് വരുന്നത്. ഇനി നമുക്കൊരു ഇപ്പം നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കും. നമുക്കൊരു വിവരാവകാശ നിയമം പ്രകാരം ഒരു അപേക്ഷ നമുക്ക് കിട്ടി. അപ്പം നമുക്ക് അത് ഡിസ്പോസ് ചെയ്യണമല്ലോ, അത് തീർപ്പ് കൽപ്പിച്ച് കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നമുക്ക് കിട്ടിയാൽ അത് സെക്ഷൻ 8 പറയുന്ന കാര്യങ്ങൾ ഒക്കെ അതിൽ അയാൾ തന്ന അപേക്ഷയിൽ ഉണ്ടോ എന്ന് നോക്കും. സെക്ഷൻ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയവയാണ്. എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ആണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ 8 പറഞ്ഞിട്ടുള്ള കുറേയധികം സ്ഥാപനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അവരുടെ വിവരമാണ് ഇയാൾ ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല നിയമം അനുസരിച്ചിട്ട്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8 അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ സെക്ഷൻ 8 പറയുന്നത് വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ആണ് സെക്ഷൻ 8 പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾ വിവരാവകാശം ചോദിച്ചിട്ടുള്ള ആ ഒരു വിവരം എന്ന് പറയുന്നത് സെക്ഷൻ 8 പെടുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം സെക്ഷൻ 8 പറയുന്നത് വിവരാവകാശത്തിൽ നിന്ന് ആരെങ്കിലും വിവരം ചോദിച്ചാൽ സെക്ഷൻ 8 പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല.
മനസ്സിലായി? അപ്പോൾ സെക്ഷൻ 8 എന്ന് പറയുന്നത് വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു വിവരാവകാശ ഓഫീസിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു വിവരാവകാശ അപേക്ഷ കിട്ടിയാൽ നിങ്ങൾ നോക്കേണ്ടതാണ്. സെക്ഷൻ 8 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇയാൾ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ സാധനം കൊടുക്കേണ്ട കാര്യമില്ല, അയാൾക്ക് മറുപടി കൊടുക്കുക. നിങ്ങൾ തന്നിരിക്കുന്ന ഒരു അപേക്ഷയിൽ ഇത് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 8 പെടുന്നതായതുകൊണ്ട് തരാൻ നിർവാഹമില്ലെന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത സെക്ഷൻ 9 പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരാൾ വിവരാവകാശം തന്നു, അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 9 പറയുന്നത് വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റു ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് റിജക്ഷനെ കുറിച്ചിട്ടാണ്. അയാളുടെ വിവരാവകാശ അപേക്ഷ നമുക്ക് റിജക്റ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ സെക്ഷൻ 9 പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇയാൾ ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ അറിഞ്ഞിരിക്കേണ്ട ഒരു വകുപ്പ് കൂടിയാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായോ? ഇപ്പം നിങ്ങളാണ് വിവരാവകാശ ആ നിയമത്തിൻ്റെ ഇത് കൈകാര്യം ചെയ്യുന്ന സീറ്റിലിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അപേക്ഷ വന്നിരിക്കുകയാണ്. ആ അപേക്ഷയിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ സെക്ഷൻ 9 പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ അപേക്ഷ റിജക്റ്റ് ചെയ്യാം. എങ്ങനെ റിജക്റ്റ് ചെയ്യാം? ഇത് വിവരാവകാശ നിയമപ്രകാരം സെക്ഷൻ 9 വരുന്ന കാര്യങ്ങളായതുകൊണ്ട് നൽകാൻ നിർവാഹമില്ലെന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ സ്ട്രക്ചർ സെക്ഷൻ 3 പറയുന്നത് എന്താ? എല്ലാ പൗരനും വിവരം ലഭിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? വിവരാവകാശമൊക്കെ സംബന്ധിച്ചല്ലേ നമുക്ക് അവകാശമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വിവരം തരാൻ ഒരു സ്ഥാപനങ്ങൾ ഉണ്ടാവണമല്ലോ, അവർക്ക് ചില കടമകൾ ഉണ്ടാകണമല്ലോ. അതാണ് സെക്ഷൻ 4 പറയുന്നത്. ഒബ്ലിഗേഷൻസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ്, വിവരം നൽകേണ്ട സ്ഥാപനങ്ങളുടെ കടമകളെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ, അതാണ് പബ്ലിക് അതോറിറ്റീസ്, പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെ കുറിച്ച് പറയുന്നു. ഇനി 5 പറയുന്നു അല്ലെ, പൊതു അധികാര സ്ഥാപനങ്ങളിൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ നിയമിക്കണമെന്ന് പറയുന്നു. അയാളായിരിക്കും നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. ഇനി എങ്ങനെയാണ് വിവരം കൊടുക്കേണ്ടതെന്നുള്ളതാണ് സെക്ഷൻ 6 അല്ലെ. 6 പറയുന്നത് അപേക്ഷയെ കുറിച്ചിട്ടാണ്. 6 അപേക്ഷ, 7 അപേക്ഷയുടെ തീർപ്പാക്കൽ, 8 വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളവ, 9 വിവരാവകാശം നിയമപ്രകാരം റിജക്റ്റ് ചെയ്യേണ്ടവ, അല്ലെങ്കിൽ എന്താ പറയുക, വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റു ചില കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 10 നമുക്ക് ആവശ്യമില്ല. 11 തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആണ്. അതായത് ഒരാളൊരു വിവരാവകാശ നിയമം നമ്മുടെ അപേക്ഷ നമ്മുടെ ഓഫീസിൽ തന്നു. അയാൾ ചോദിക്കുന്നത് മൂന്നാമത് ഒരാളുടെ ഒരു ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ മൂന്നാമതൊരു സ്ഥാപനത്തിന്റെ ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുക. അതാണ് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് തേർഡ് പാർട്ടി ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 11 സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരങ്ങൾ, അതാണ് തേർഡ് പാർട്ടി. അതായത് വിവരം നമ്മൾ ആ സീറ്റിലിരിക്കുകയാണ്, അപ്പം നമ്മളിക്കൽ ഒരാൾ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ തന്നിരിക്കുകയാണ്. അയാൾ ചോദിക്കുന്നത് മൂന്നാമത് ഒരാളെ കുറിച്ചിട്ടാണെങ്കിൽ അയാൾ ചോദിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് സെക്ഷൻ 11 അനുസരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ 2 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് മനസ്സിലേക്ക് ആ ഓർഡറിലൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം തൊട്ടേ തന്നെ ആലോചിച്ചു. ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ് പറഞ്ഞത്. സെക്ഷൻ 1 പറയുന്നത് എന്താ? ചാപ്റ്റർ 1 സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെന്റ് ആണ് അല്ലെ. ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെന്റ്, ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. അതിലെ സെക്ഷൻ 2 പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. ഇനി നമ്മൾ ചാപ്റ്റർ 2 വരുമ്പോൾ സെക്ഷൻ 3 ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 3 പറയുന്നു നമുക്ക് വിവരം ലഭിക്കാൻ അർഹതയുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ. സെക്ഷൻ 4 അങ്ങനെ വിവരം ലഭിക്കാൻ അർഹതയുണ്ട്, അതുകൊണ്ട് തന്നെ വിവരം തരാനുള്ള സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി പറയുന്നു. സെക്ഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 6 അപേക്ഷ, എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് പറയുന്നു. സെക്ഷൻ 7 അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 8 അപേക്ഷ തന്നാൽ അതിൽ നിന്നും വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കേണ്ടവയെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 9 റിജക്ഷൻ അല്ലെ, അപേക്ഷ നിരസിക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ 2 പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ 3. ചാപ്റ്റർ 3 ചാപ്റ്റർ 4 എളുപ്പമാണ് പഠിക്കാൻ. കാരണം ചാപ്റ്റർ 3 പറയുന്നത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനത്തെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് ചാപ്റ്റർ 3 പറയുന്നത്. ഓർത്തിരിക്കുക, ചാപ്റ്റർ 3 എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ചാപ്റ്റർ 4 ആണെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. ഇവിടെ 2 സ്ഥലത്തും 3 സെക്ഷനുകൾ വെച്ചാണുള്ളത്. ചാപ്റ്റർ 3 അല്ലെ, നമ്മൾ ഓർത്തിരിക്കുക. ഇപ്പൊ ചാപ്റ്റർ 2 നമ്മൾ പഠിച്ചല്ലോ. ചാപ്റ്റർ 2 സെക്ഷൻ 3 മുതൽ 11 വരെ, 3 മുതൽ 11 വരെ ചാപ്റ്റർ 2 ആണ്.
ചാപ്റ്റർ 2 എത്രയുണ്ട്? ചാപ്റ്റർ 2 സെക്ഷൻ 3 മുതൽ 11 വരെ ചാപ്റ്റർ 2 ആണ്. സെക്ഷൻ 3 മുതൽ 11 വരെ ചാപ്റ്റർ 2 ആണ്. ഇനി ചാപ്റ്റർ 3 പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അത് 3 സെക്ഷനേ ഉള്ളൂ. ഏതൊക്കെയാണ്? 12, 13, 14. അതുപോലെ തന്നെ ചാപ്റ്റർ 4 വരുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. അതിലും 3 സെക്ഷനേ ഉള്ളൂ, 15, 16, 17. കണ്ട, അപ്പോൾ 12, 13, 14 അത് ചാപ്റ്റർ 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ വരുന്നു. 15, 16, 17 ചാപ്റ്റർ 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അപ്പം നമുക്ക് ഈ ചാപ്റ്ററുകൾ ജസ്റ്റ് ഇത് സാമ്യമുള്ള ചാപ്റ്ററുകളാണ്. ഒരെണ്ണം പഠിച്ചാൽ അടുത്തത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സെക്ഷൻ നമ്മൾ സെക്ഷൻ 11 വരെ പഠിച്ചു. സെക്ഷൻ 11 പറയുന്നത് എന്താണ്? സെക്ഷൻ 11 പറയുന്നത് മൂന്നാം കക്ഷി വിവരത്തെ കുറിച്ചിട്ടാണ്. ഇനി ഇവിടെ നോക്കുക ചാപ്റ്റർ 3 അപ്പോൾ ഉറപ്പായിട്ടും ചാപ്റ്റർ 12 എന്തായിരിക്കും? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ നിയമനത്തെ കുറിച്ചിട്ടായിരിക്കും, ഉറപ്പായിരിക്കുമല്ലോ. കാരണം കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന ചാപ്റ്റർ 3 പറയുന്നത്. അതിൽ ആദ്യത്തേത് എന്തായാലും എന്ത് തന്നെയായിരിക്കും? ചാപ്റ്റർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ചിട്ടായിരിക്കും. നമുക്ക് ഊഹിച്ച് തന്നെ ഇത് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാണാതെ പഠിക്കും ഇത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളത് മനസ്സിൽ ആലോചിക്കുക. 24 മണിക്കൂറിനുള്ളിൽ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി നോക്കുക, നിങ്ങൾ നോക്കിയേ ചാപ്റ്റർ 12 ചാപ്റ്റർ 3 12 സെക്ഷൻ 12 നോക്കിയാൽ സെക്ഷൻ 12 പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ചിട്ടാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അതിന്റെ രൂപീകരണത്തെ കുറിച്ചിട്ടാണ് സെക്ഷൻ 12 പറയുന്നത്. ഇനി സെക്ഷൻ 13 നോക്കിയേ, ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. അതായത് വിവരാവകാശ കമ്മീഷൻ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് വേണം? അവരുടെ കാലാവധി പറയണം, അവരുടെ ടേംസ് ഓഫ് സർവീസ് സേവന വ്യവസ്ഥകൾ പറയണം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 12 എന്താ ചെയ്തത്? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിച്ചു. 13 അവരുടെ കാലാവധിയും വിവരാവകാശ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ കാലാവധിയെയും സേവന വ്യവസ്ഥകളെയും പറ്റി പറയുന്നു. ഇനി 14 ഇവരുടെ റിമൂവലാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയോ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 13 നിയമനം, 14 അവരുടെ സേവന വേതന വ്യവസ്ഥകൾ, അടുത്ത 14 അവരുടെ റിമൂവൽ അവരുടെ നീക്കം ചെയ്യൽ. അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്താണ് ചാപ്റ്റർ 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. ചാപ്റ്റർ 3 സെക്ഷൻ 12 എന്താണ് പറയുന്നത്? മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ നിയമനമാണ് പറയുന്നത്. അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരുടെയും നിയമനത്തെ കുറിച്ചിട്ടാണ് സെക്ഷൻ 12 പറയുന്നത്. ഇനി അവരുടെ ടേംസ് ആണ്, കാലാവധിയും പിന്നെ അവരുടെ സേവന വേതന വ്യവസ്ഥകളുമാണ് എന്തിൽ പറയുന്നത്? 13 പറയുന്നത്. പിന്നെ 14 പറയുന്നത് എന്താണ്? അവരുടെ റിമൂവലാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതേ 3 കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്, സെക്ഷൻ മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ അടുത്ത ഒരു നോക്കാം. ചാപ്റ്റർ 4 പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിയമനത്തെ കുറിച്ചിട്ടാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിയമനമാണ് 15 പറയുന്നത്. അവരുടെ അതായത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധിയും അവരുടെ സേവന വ്യവസ്ഥകളുമാണ് എന്തിൽ പറയുന്നത്? 16 പറയുന്നത്. അവരുടെ റിമൂവലാണ് 17 പറയുന്നത്. കണ്ട, ഇപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ 17 സെക്ഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. അടുത്ത ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5 എന്താണ് എന്ന് നോക്കാം. ചാപ്റ്റർ 5 പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഇൻഫർമേഷൻ കമ്മീഷൻസ്, അപ്പീൽ ആൻഡ് പെനാൽറ്റീസ്. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഒരു ഓർഡർ നിങ്ങൾ ഒന്ന് നോക്കുക. അത് പറയാം, ഒരു ഓർഡർ നിങ്ങൾ നോക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്നു ചാപ്റ്റർ 1 പ്രിലിമിനറി പ്രാരംഭികം എന്നുള്ള നിലയിൽ പഠിക്കുന്നത് എന്താണ് ഈ ആക്ടിന്റെ ടൈറ്റിൽ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്ഷൻ 1 ഇത് എവിടെയൊക്കെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ സെക്ഷൻ 2 പറയുന്നത് എന്താണ്? ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ചില ടേംസ് ഉണ്ട്. ഉദാഹരണത്തിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, പബ്ലിക് അതോറിറ്റി, അതേപോലെ തന്നെ ഇൻഫർമേഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഡെഫിനിഷൻസ് ആണ് സെക്ഷൻ 2 പറയുന്നത്. ഇനി ചാപ്റ്റർ 2 സെക്ഷൻ 3 മുതൽ 11 വരെ 3 മുതൽ 11 വരെ പറയുന്നത് എന്താണ് വിവരാവകാശ നിയമം ആർക്കൊക്കെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ, അതാണ് സെക്ഷൻ 3 പറയുന്നത്. വിവരം ലഭിക്കാൻ നമുക്ക് ഒരു പൗരന് അർഹതയുണ്ടെന്ന് സെക്ഷൻ 3 പറയുന്നു. സെക്ഷൻ 4 അത് കൊടുക്കാൻ
ഓഫീസുകൾക്കുള്ള കടമകളെ പറ്റി പറയുന്നു. സെക്ഷൻ 5 അത് കൊടുക്കേണ്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ പറയുന്നു. 6 അപേക്ഷ എങ്ങനെ കൊടുക്കണമെന്ന് പറയുന്നു. 7 അപേക്ഷ കിട്ടിയാൽ അതെങ്ങനെ തീർപ്പാക്കണമെന്ന് പറയുന്നു. 8 അപേക്ഷയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് പറയുന്നു. 9 അപേക്ഷ നിരസിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് പറയുന്നു. 10 നമുക്ക് വേണ്ട. 11 മൂന്നാം കക്ഷിയുടെ വിവരങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇനി ചാപ്റ്റർ 3 പറയുന്നത് നോക്കുക. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷൻ അല്ലെ, മുഖ്യ വിവരാവകാശ കമ്മീഷൻ കേന്ദ്രത്തിൽ സ്ഥാപിക്കണമെന്നാണ് ചാപ്റ്റർ 3 പറയുന്നത്. ചാപ്റ്റർ 3 12 പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ നിയമനമാണ് അല്ലെ. അതിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും അടങ്ങുന്നുണ്ട്. അവരുടെ നിയമനത്തെക്കുറിച്ചാണ് സെക്ഷൻ 12 പറയുന്നത്. സെക്ഷൻ 13 പറയുന്നത് അവരുടെ ഓഫീസിന്റെ കാലാവധിയും അതേപോലെ സർവീസുമാണ്, സേവനവുമാണ് പറയുന്നത്. സെക്ഷൻ 14 പറയുന്നത് അവരെ റിമൂവ് ചെയ്യേണ്ട പ്രോസസ്സാണ് അല്ലെ, അവരുടെ നീക്കം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയുന്നു. നിയമിക്കലും നീക്കം ചെയ്യലും സേവന കാലാവധിയുമാണ് 12, 13, 14 ഒക്കെ പറയുന്നത്. ഇനി ചാപ്റ്റർ 4 സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു അല്ലെ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിയമനം 15 അവരുടെ കാലാവധിയും സർവീസും 16 അവരെ നീക്കം ചെയ്യൽ 17 പറയുന്നു. ഇനി ചാപ്റ്റർ 5 അതിനെ തുടർന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിവരാവകാശ കമ്മീഷൻ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും നിലവിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടാണ് ചാപ്റ്റർ 5 പറയുന്നത്. ആ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇവരുടെ ഉത്തരവാദിത്തങ്ങളാണ് ചാപ്റ്റർ 5 പറയുന്നത്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, അവർക്കുള്ള അധികാരങ്ങളും ചുമതലകളുമാണ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഇൻഫർമേഷൻ കമ്മീഷൻ. അതുപോലെ അപ്പീൽ അല്ലെ, നമുക്കറിയാം വിവരാവകാശ കമ്മീഷൻ നമ്മളൊരു വിവരം സമർപ്പിച്ചാൽ കൃത്യമായിട്ട് അതിന് വിവരം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ആ അപ്പീലിനെ കുറിച്ച് പറയുന്നു. അതേപോലെ വിവരം നൽകുന്നത്, വിവരാവകാശ നിയമപ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ പെനാൽറ്റി, അയാളുടെ പിഴ അടക്കേണ്ടി വരും. ആ പിഴയെക്കുറിച്ചും പറയുന്നത് ചാപ്റ്റർ 5 അപ്പോൾ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഇൻഫർമേഷൻ കമ്മീഷൻ, അപ്പീൽ ആൻഡ് പെനാൽറ്റീസ്. ഇതിൽ 18 എന്ത് പറയുന്നത്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ നിങ്ങൾ സെക്ഷൻ 18 പഠിച്ചു അല്ലെ. സെക്ഷൻ 1ഉം 2ഉം ചാപ്റ്റർ 1 സെക്ഷൻ 3 മുതൽ 11 വരെ ചാപ്റ്റർ 2 3 മുതൽ 11 വരെ. സെക്ഷൻ 12, 13, 14 അത് മുഖ്യ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് ചാപ്റ്റർ 3 ഇനി അത് കഴിഞ്ഞിട്ടുള്ള 15, 16, 17 ആ 3 ചാപ്റ്റർ 15, 16, 17 അത് ചാപ്റ്റർ 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ചാപ്റ്റർ 5 പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് 18 വരുന്നത്. സെക്ഷൻ 18 വരുന്നത് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് സെക്ഷൻ 18 വരുന്നത്. ഇനി നോക്കുക സെക്ഷൻ 19 എന്താ പറയുന്നതെന്ന് കണ്ടോ. സെക്ഷൻ 19 ഒരു സെക്കൻഡ്. സെക്ഷൻ 19 പറയുന്നത് അപ്പീലാണ്. സെക്ഷൻ 19 എന്താണ് പറയുന്നത്, അപ്പീലാണ്. അതേപോലെ സെക്ഷൻ 20 പെനാൽറ്റി, ശിക്ഷകളെ കുറിച്ചിട്ടാണ്. ഈ അപ്പീൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വിവരാവകാശ നിയമത്തിന് ഒരു അപേക്ഷ കൊടുത്താൽ അത് 30 ദിവസത്തിനുള്ളിൽ തരണമെന്നാണ്, അല്ലെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ. അത് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ അതിൽ നമുക്ക് ആ കൃത്യസമയത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയ മറുപടി തെറ്റാണെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും. അതാണ് പറയുന്ന സെക്ഷൻ 19 അപ്പീലിനെ കുറിച്ച് പറയുന്നു. ഇനി ഒരു വിവരാവകാശ നിയമപ്രകാരം വിവരം കൊടുക്കുന്നതിൽ ഒരു വീഴ്ച ഒരു ഉദ്യോഗസ്ഥൻ വരുത്തിയാൽ അദ്ദേഹം ശരിക്കും പിഴ കൊടുക്കേണ്ടി വരും. ആ പിഴയെ കുറിച്ചിട്ടാണ് 20 പറയുന്നത്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ചാപ്റ്റർ 6 ആണ് പറയുന്നത്. ചാപ്റ്റർ 6 മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മറ്റുള്ളവയാണ് ചാപ്റ്റർ 6 വരുന്നത് അല്ലെ. നമുക്കറിയാം 2 ഷെഡ്യൂളും 6 ചാപ്റ്ററും 31 സെക്ഷനുമാണ് ഉള്ളത് അല്ലെ. ഇതിൽ മിസലേനിയസ്, ഈ മിസലേനിയസിൽ 21 മുതൽ 31 വരെയുള്ള കാര്യങ്ങൾ പറയുന്നൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു സെക്ഷൻ 24 ഉണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ സെക്ഷൻ 24 ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൺ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൺ ഓർഗനൈസേഷൻ, തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 24 പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ എന്ന് ഉദ്ദേശിച്ചാൽ ഉദാഹരണം ഇന്റലിജൻസ് ബ്യൂറോ അല്ലെ, ഇന്റലിജൻസ് ബ്യൂറോ, അതേപോലെ ED ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ED നിങ്ങൾ പത്രത്തിൽ കാണുന്നുണ്ടല്ലോ ED, അതേപോലെ NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, ക്രൈം ബ്രാഞ്ച് CID, സ്പെഷ്യൽ ബ്രാഞ്ച് CID. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആരെങ്കിലും വിവരാവകാശം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സിമ്പിൾ ലോജിക്കലൊന്ന് ചോദിച്ചു നോക്കി. ഇതൊക്കെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്രയും
റോ, നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ. അപ്പോൾ റോയുടെ കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് കൊടുക്കാൻ പിന്നെ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച പിന്നെ അതിനെന്തിനാണ് രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പേരിടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ ലോജിക്കലി നമുക്ക് മനസ്സിലാകും അത്തരത്തിൽ തന്ത്രപ്രധാനമായ ചില ഓഫീസുകളുണ്ട് രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഫോഴ്സിൽ അല്ലെ. അപ്പോൾ അവരുടെയൊന്നും വിവരങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ തന്ത്രപ്രധാനമായ ഓഫീസുകളെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 24 എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇത്രയുമാണ് ഈ വിവരാവകാശ നിയമത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളത് കൃത്യമായിട്ട് ഇച്ചിരി സമയം എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിവരാവകാശ നിയമത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കടന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. എനിക്ക് നിങ്ങൾ സമയം പോകുന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾ ഇവിടെ തൽക്കാലം ഈ വീഡിയോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ സ്ട്രക്ചർ ഒന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് അത് ശരിക്കും ഇത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അല്ലെ. സ്ട്രക്ചർ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അല്ലേ. ഞാൻ പറഞ്ഞു ചാപ്റ്ററുകൾ അല്ലെ, മൊത്തം 2 ഷെഡ്യൂളുകളിലായിട്ട് 6 ചാപ്റ്റർ ഉണ്ട്, 31 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് 31 സെക്ഷനിൽ പ്രധാനപ്പെട്ട എല്ലാ സെക്ഷനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. 31 അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ക്ലാസ് അതേ രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ ചാപ്റ്റർ 1 ഇപ്പം ഞാനത് പറയാം, നിങ്ങൾ കണ്ണടച്ചിരുന്ന് ആലോചിച്ചാൽ മതി. ചാപ്റ്റർ 1 എന്താ? പ്രിലിമിനറി ആണ്, പ്രാരംഭികമാണ്. 2 സെക്ഷനാണ് അതിൽ നിങ്ങൾ പഠിക്കുന്നത്. സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. സെക്ഷൻ 2 ഡെഫിനിഷൻ. ഇനി ചാപ്റ്റർ 2 നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്താണ്? അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് പബ്ലിക് അതോറിറ്റീസ് ആണ്. അതായത് വിവരാവകാശ നിയമവും അത് തരേണ്ട പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളുമാണ് ചാപ്റ്റർ 2 പഠിക്കുന്നത്. ചാപ്റ്റർ 2 സെക്ഷൻ 3 മുതൽ 11 വരെയുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലേക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുക. സെക്ഷൻ 3 എന്താണ്? സെക്ഷൻ 3 റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ് അല്ലെ, വിവരങ്ങൾ ലഭിക്കാനുള്ള പൗരന്റെ അവകാശമാണ്. സെക്ഷൻ 4 എന്താണ്? വിവരങ്ങൾ നൽകാനുള്ള പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളാണ്. സെക്ഷൻ 5 എന്താണ്? അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനമാണ്. സെക്ഷൻ 6 അപേക്ഷയാണ്. സെക്ഷൻ 7 അപേക്ഷയുടെ തീർപ്പാക്കലാണ്. സെക്ഷൻ 8 അപേക്ഷ കൊടുക്കലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളവയാണ്. സെക്ഷൻ 9 അപേക്ഷയുടെ നിരസിക്കലാണ്, റിജക്ഷൻ ആണ്. ഇനി സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരമാണ്. ഇത്രയുമാണ് ചാപ്റ്റർ 2 ഇനി ചാപ്റ്റർ 3യും ചാപ്റ്റർ 4ഉം വളരെ എളുപ്പമാണ്. ചാപ്റ്റർ 3 എന്താ? മുഖ്യ വിവരാവകാശ കമ്മീഷനും. ചാപ്റ്റർ 4 എന്താ? സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമാണ്. ഇതിന്റെ സെക്ഷൻസ് ഒക്കെ എളുപ്പമാണ് അല്ലെ. ചാപ്റ്റർ 3യിൽ 12ഉം 13ഉം 14ഉം ആണുള്ളത്. ചാപ്റ്റർ 4ൽ 15ഉം 16ഉം 17ഉം ആണുള്ളത്. ചാപ്റ്റർ 3യിൽ 12 എന്താണ്? മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ നിയമനം എന്ന് പറഞ്ഞാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും അവരുടെ നിയമനം. സെക്ഷൻ 13 പറയുന്നതോ? സെക്ഷൻ 13 പറയുന്നത് ഈ പറയുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധിയും അവരുടെ സേവന വ്യവസ്ഥകളുമാണ്. ഇനി സെക്ഷൻ 14 പറയുന്നത് ഇവരെ നീക്കം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ചാപ്റ്റർ 4 വരുന്നത്. ചാപ്റ്റർ 4 വരുമ്പോൾ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ കമ്മീഷന്റെ നിയമനമാണ് സെക്ഷൻ 15. സെക്ഷൻ 16 അവരുടെ കാലാവധിയും സേവന വ്യവസ്ഥകളും. സെക്ഷൻ 17 അവരെ നീക്കം ചെയ്യലും. ഇനി 2 കമ്മീഷനുകളും രൂപീകരിച്ചു അല്ലെ. അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷനും രൂപീകരിച്ചു, നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും രൂപീകരിച്ചു. ഇവരുടെ ചുമതലകളാണ് ചാപ്റ്റർ 5 പറയുന്നത് അല്ലെ. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഇൻഫർമേഷൻ കമ്മീഷൻസും പിന്നെ അപ്പീലും പെനാൽറ്റിയും. അതായത് സെക്ഷൻ 18 പറയുന്നത് ഇവരുടെ ചുമതലകൾ. സെക്ഷൻ 19 പറയുന്നത് ഇവരുടെ അപ്പീലിനെ കുറിച്ച്. അപ്പീൽ. സെക്ഷൻ 20 പറയുന്നത് പെനാൽറ്റി. ഇനി അടുത്തത് ചാപ്റ്റർ 6 ആണ്, ലാസ്റ്റ് ചാപ്റ്ററാണ്. ലാസ്റ്റ് ചാപ്റ്ററിലെ സെക്ഷൻ 24 ഓർത്തിരിക്കേണ്ടത്. തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നത് 24. IB, ED അതേപോലെ BSF പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ വിവരങ്ങളൊന്നും കൊടുക്കണ്ട. അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് വിവരാവകാശ നിയമത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് കൂടെ പഠിച്ചിട്ട് എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് അതുകൂടി പഠിച്ചിട്ട് പോകാം. അപ്പോൾ അടുത്ത ഒരു പേജ് നമുക്ക് നോക്കി ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റും പറഞ്ഞു 2005 ജൂൺ 15 ഇത് പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ളത് അല്ലെ, പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഇത് നിലവിൽ വരുന്നത് നമ്മൾ പഠിച്ചു 2005 ഒക്ടോബർ 12 അപ്പോൾ വിവരാവകാശ നിയമം എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിച്ച ചാപ്റ്റർ 1 പ്രിലിമിനറി എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. പ്രിലിമിനറി നോക്കുക. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ദിസ് ആക്ട് മേ ബി കാൾഡ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതാണ് ടൈറ്റിൽ കണ്ട. അപ്പൊ നോക്കുക, സെക്ഷൻ 1 ഉപവകുപ്പ് 1 കൊടുത്തിരിക്കുന്നത് എന്താ? സെക്ഷൻ 1(1)
എന്താണ് പറയുന്നത്? ഷോർട്ട് ടൈറ്റിലാണ്. ദിസ് ആക്ട് മേ ബി കാൾഡ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഇനി സെക്ഷൻ 1 സബായിട്ട് കൊടുത്തിരിക്കുന്ന 2 നോക്കുക. സെക്ഷൻ 1-2 ഉപവകുപ്പ് അല്ലെ, ഉപവകുപ്പ് 2 നോക്കുക. ഇറ്റ് എക്സ്റ്റെൻസ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ. അതായത് ഇന്ത്യ മുഴുവൻ ബാധകമാണ് എന്ന് കൊടുത്തിരിക്കുന്നു, ബാധകമാണ്. അപ്പോൾ അവിടെ ഈ 3 സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഇത് അവിടെ ലാസ്റ്റ് എന്തോ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കണ്ട 3 സ്റ്റാർ ഇതിൻ്റെ ഫുട് നോട്ട് നോക്കാനാണ്. നോക്കിയ ഫുട് നോട്ടിൽ പറയുന്നത് നോക്കിയേ, ദ വേർഡ് എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഒമിറ്റഡ് by Act 34 of 2019 S95 and the 5th schedule with effect from 31/10/2019. മനസ്സിലായി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ അല്ലേ. ഈ നിയമം നിലവിൽ വന്ന സമയത്ത് 2005 ജമ്മു കാശ്മീരിൽ വിവരാവകാശ നിയമം ബാധകമല്ലായിരുന്നു. എന്നാൽ 2019 ഭേദഗതി അനുസരിച്ച് ഇത് ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ബാധകമാണ്. ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമല്ല അല്ലെ. അപ്പൊ ഇപ്പോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമം അല്ലെ, ഇറ്റ് എക്സ്റ്റെൻസ് ദ ഹോൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യ ഒട്ടുക്കും വ്യാപകമാണെന്നാണ്. ഇതിന്റെ എല്ലാ ചാപ്റ്ററും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടാ. അപ്പോൾ പ്രിലിമിനറിയിലെ ഷോർട്ട് ടൈറ്റിലും എക്സ്റ്റൻസും മനസ്സിലായി. ഇനി ഇവിടെ ഡെഫിനേഷൻസ് ആണ് ഇനി ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരെണ്ണം എന്ന് പറയുന്നത്. ഡെഫിനേഷൻസ് സെക്ഷൻ 2 ആണ് ഡെഫിനേഷൻസ് വരുന്നത്. സെക്ഷൻ 2 നമുക്ക് പ്രധാനപ്പെട്ട ഡെഫിനേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2 അപ്രോപ്രിയേറ്റ് സർക്കാർ എന്ന് പറഞ്ഞാൽ സമുചിത സർക്കാർ എന്നുള്ളതാണ് കേട്ടോ. സമുചിത സർക്കാർ എന്ന് പറഞ്ഞാൽ സമുചിത സർക്കാർ 2A അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 2 2A അതായത് ഡെഫിനിഷൻസിലെ A എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് സർക്കാർ. സമുചിത സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു പൊതു അധികാര സ്ഥാനത്തെ സംബന്ധിച്ച് അത് സ്ഥാപിച്ചിട്ടുള്ളതോ രൂപീകരിച്ചിട്ടുള്ളതോ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള ഫണ്ടിനാൽ ഗണ്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിനാലോ കേന്ദ്രഭരണ പ്രദേശത്തിനാലോ ആണെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനാണെങ്കിൽ സംസ്ഥാന സർക്കാരും എന്നർത്ഥമാക്കുന്നു. അതായത് സമുചിത സർക്കാർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ച് സമുചിത സർക്കാർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണ്. ഇപ്പം നമ്മുടെ BSNL എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ BSNL സംബന്ധിച്ച് സമുചിത സർക്കാർ എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ് ആണ്. ക്ലിയർ ആയോ? അതായത് ഏത് ഗവൺമെന്റിന്റെ കീഴിലാണ് വരുന്നത് അതിനെയാണ് സമുചിത സർക്കാർ എന്ന് പറയുന്നത്. ഇപ്പൊ പഞ്ചായത്തൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ കീഴിൽ വരുന്നതല്ലേ, അപ്പൊ സംസ്ഥാന സർക്കാരാണ്. വില്ലേജ് ഓഫീസൊക്കെ സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ഈ പറയുന്ന BSNL ആകാം, പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്. അപ്പൊ അവിടുത്തെ സമുചിത സർക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. മനസ്സിലായോ? പോസ്റ്റ് ഓഫീസിന്റെയും BSNLനെയൊക്കെ സംബന്ധിച്ച് സമുചിത സർക്കാർ കേന്ദ്ര സർക്കാരാണ്. അതാണ് ഇതിനകത്ത് 2A പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് 2A കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന സെൻട്രൽ, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. നമ്മൾ ഈ നിയമത്തിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നു. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ഇതിനകത്ത് ഈ സെക്ഷൻ ബിയിൽ പറയുന്നത്, സെക്ഷൻ 2 ബിയിൽ പറയുന്നത്. ഇനി അതേപോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നൊരു വാക്ക് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പബ്ലിക് ഇൻഫർമേഷൻ, കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഈ സെക്ഷൻ 2 സിയിൽ പറയുന്നത്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ അപ്രോപ്രിയേറ്റ് സർക്കാർ, സമുചിത സർക്കാർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത പേജിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 1 സെക്ഷൻ 2 കാര്യങ്ങളാണ്. സെക്ഷൻ 2 സെക്ഷൻ 2A ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അടുത്ത സെക്ഷൻ 2 ഏതാണ്, സെക്ഷൻ 2 ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് നോക്കുന്നത്. കോമ്പീറ്റന്റ് അതോറിറ്റി നമുക്ക് വേണ്ടതാണ്. കോമ്പീറ്റന്റ് അതോറിറ്റി ഇയിലാണ്, സെക്ഷൻ ഇയിലാണ് വരുന്നത്. കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ മലയാളം എന്താണെന്ന് കൃത്യമായിട്ട് കിട്ടുന്നത്. കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ മലയാളം എനിക്ക് കിട്ടുന്നില്ല. ഇനി ഇവിടെ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് F ആണ് കേട്ടോ. എഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. F ആണ് നിങ്ങൾ നോക്കേണ്ടത്. F ഇൻഫർമേഷൻ അല്ലെ, Fൽ തന്നെ ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ എന്ന് കിടപ്പുണ്ട്. അപ്പോൾ സെക്ഷൻ 2F ഈ കൂട്ടത്തിലെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 2F ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ് സെക്ഷൻ 2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, F എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആക്ട് തന്നെ എന്താണ്, വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ഒരു ആക്ടാണ് അല്ലെ. വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ എന്താണ് വിവരം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ F വരുന്നത്. ഇനി നമ്മൾ നാളെ ഒരു ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ക്ലർക്കായി മാറിയാൽ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സെക്ഷനാണ്
സെക്ഷൻ 2F എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളൊരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നമുക്ക് തന്നാൽ അയാൾ നമ്മളോട് ചോദിക്കുന്നത് വിവരം എന്നുള്ള ഒരു ഇതിൽ വരുന്നതല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ 2F പ്രകാരം അത് റിജക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം നമ്മൾ കൃത്യമായിട്ട് വിവരം എന്ന ആ ഒരു ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതനുസരിച്ചിട്ട് ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സെക്ഷൻ 2 F ഇൻഫർമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വിവരാവകാശ നിയമത്തിൽ വിവരം എന്നുള്ള ആ ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഫർമേഷൻ മീൻസ് എനി മെറ്റീരിയൽ in any form including records, documents, memos, emails, opinions, advices, press releases, circulars, orders, logbooks, contracts, reports, papers, samples, models, data material held in any electronic form and information relating to any private body which can be accessed by public authority under any other law for the time being in force. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കയ്യെഴുത്തു പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങളാകാം, മെമ്മോകളാകാം, ഇമെയിലുകളാകാം, ഉത്തരവുകളാകാം, സർക്കുലറുകളാകാം, റിപ്പോർട്ടുകളാകാം, അഭിപ്രായങ്ങളാകാം, നിർദ്ദേശങ്ങളാകാം, ലോഗ് ബുക്ക് ആകാം, സാമ്പിളുകളാകാം, മാതൃകകളാകാം, ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം വിവരം എന്നിവയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ്? കയ്യെഴുത്തു പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ വിവരം എന്നതിൽ ഉൾപ്പെടുന്നത്. അപ്പൊ 2F എന്ന് പറയുന്നത് ഇൻഫർമേഷനിൽ വരുന്നത് ഇതൊക്കെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2F വളരെയധികം ഇനി നിങ്ങൾക്കത് മറന്നു പോകാൻ സാധ്യതയില്ല. സെക്ഷൻ 2F ഇനി നിങ്ങൾക്ക് മറന്നു പോകാൻ സാധ്യതയില്ല. ഇനി അടുത്തത് പബ്ലിക് അതോറിറ്റി, പൊതു അധികാര സ്ഥാപനങ്ങൾ. പൊതു അധികാര സ്ഥാപനങ്ങളാണ് ഈ പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ റെക്കോർഡ്സ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, അല്ലെ, അറിയാനുള്ള അവകാശം, അതാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് വിവരാവകാശ നിയമമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിവരം എന്തെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത്. വിവരാവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ മീൻസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്സസിബിൾ അണ്ടർ ദിസ് ആക്ട് which is held by or under the control of any public authority and includes the right to inspection of work, documents, records, taking notes, extracts or certified copies of documents or records, taking certified samples of material, obtaining information in the form of diskettes, floppies, tapes, video cassettes or in any other electronic mode or through printouts where such information is stored in computer or in any other devices. അപ്പോൾ ഇത് എല്ലാം ഞാൻ വായിച്ച് പറയുന്നില്ല, ഇതിൻ്റെ സംക്ഷിപ്തം ഞാൻ പറഞ്ഞുതരാം. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രേഖകളും ജോലികളും പരിശോധിക്കാനും പകർപ്പുകളും സാമ്പിളുകളും എടുക്കാനും ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള നമ്മുടെ അവകാശമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണ്? രേഖകളും ജോലികളും പരിശോധിക്കാനും പകർപ്പുകളും സാമ്പിളുകളും എടുക്കാനും ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള അവകാശമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ ചാപ്റ്റർ 1 സെക്ഷൻ 2 പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. സെക്ഷൻ 2A അത് സമുചിത സർക്കാർ, അപ്രോപ്രിയേറ്റ് സർക്കാർ. സെക്ഷൻ 2A നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് ഏതാണ്? സെക്ഷൻ 2A അപ്രോപ്രിയേറ്റ് സർക്കാർ. സെക്ഷൻ 2A ഇതാണ് അപ്രോപ്രിയേറ്റ് സർക്കാർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെക്ഷൻ 2 F ആണ്. സെക്ഷൻ 2 F, സെക്ഷൻ 2F ഇൻഫർമേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 2F ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടത് സെക്ഷൻ 2J ആണ്. സെക്ഷൻ 2J റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശം, വിവരത്തിനുള്ള അവകാശം. മനസ്സിലായി? ഇതാണ് സെക്ഷൻ 2. അപ്പം നമ്മൾ ചാപ്റ്റർ 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചാപ്റ്റർ 1 ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1 സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ് എന്നാണ്, അല്ലെ. വിവരാവകാശവും അതേപോലെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെയും കുറിച്ചിട്ടാണ് നമ്മൾ ചാപ്റ്റർ
2 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 2 നമ്മൾ ഓൾറെഡി സെക്ഷൻ 3 നമ്മൾ പഠിച്ചു. സെക്ഷൻ 3 എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ അത് ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഓൾ സിറ്റിസൺസ് ഷാൾ ഹാവ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ. എല്ലാ പൗരന്മാർക്കും അറിയാനുള്ള അവകാശം ഉണ്ടെന്നാണ് സെക്ഷൻ 3 പറയുന്നത്. ഇനി സെക്ഷൻ 4 പറയുന്നത് എന്താണ്? ഒബ്ലിഗേഷൻസ് ഓഫ് പബ്ലിക് അതോറിറ്റീസ് എന്നാണ്. അതായത് ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെ പറ്റിയാണ് പറയുന്നത്. കടമകൾ എന്ന് പറഞ്ഞാൽ പൊതുസ്ഥാപനങ്ങൾ എല്ലാ രേഖകളും സൂചികയുണ്ടാക്കി സൂക്ഷിക്കണം, യുക്തമായവ സൗകര്യങ്ങളുടെ ലഭ്യതയനുസരിച്ച് എത്രയും വേഗം കമ്പ്യൂട്ടർവൽക്കരിക്കണം, അതേപോലെ സ്ഥാപനത്തിന്റെ ചുമതലകൾ, ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ, നയകാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, ശമ്പള വിവരങ്ങൾ, ബജറ്റ് വിവരങ്ങൾ എല്ലാം എന്ത് ചെയ്യണം? സ്വമേധയാ പ്രസിദ്ധീകരിക്കണം എന്നൊക്കെയാണ് ഈ സെക്ഷൻ 4 പറയുന്നത്. ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണ്? സെക്ഷൻ 4 കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് സെക്ഷൻ 5 ആണ്. സെക്ഷൻ 5 നമുക്കറിയാലോ, നമ്മൾ പഠിച്ചു എന്താണ്? നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 5 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെ കുറിച്ചിട്ടാണ് സെക്ഷൻ 5 നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ 6 എന്താണ്? അപേക്ഷയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? എങ്ങനെയൊക്കെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അല്ലെ? ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ അതത് സംസ്ഥാനത്തെ പ്രാദേശിക അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷയിലോ എഴുതിയ അപേക്ഷ ബന്ധപ്പെട്ട പൊതുസ്ഥാപനത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ നൽകിയ വിവരങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ് എന്ന് പറയുന്നു അല്ലെ? അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സെക്ഷൻ 6 അപേക്ഷയെ കുറിച്ചിട്ടാണ്. അടുത്തത് എന്താണ്? സെക്ഷൻ 7 ആണ്. സെക്ഷൻ 7 ആണ് അടുത്തത്. സെക്ഷൻ 7 ഡിസ്പോസലാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. സെക്ഷൻ 7 ഡിസ്പോസലാണ്, അതായത് അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 7 പറയുന്നത്. സെക്ഷൻ 8 എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ആണ്. അതാണ് സെക്ഷൻ 8 പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇനി അടുത്ത PSCയുടെ 65ാം വാർഷിക വിശേഷൽ പതിപ്പിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഓടിച്ചു പറയുന്നത് കേട്ടോ. സെക്ഷൻ 8 പറയുന്നത് ഈ അപേക്ഷയുടെ തീർപ്പാക്കലാണ്. സെക്ഷൻ 8 പറയുന്നത് കേട്ടോ. വെളിപ്പെടുത്തിയാൽ രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷിതത്വം, പരമാധികാരം, ശാസ്ത്ര സാമ്പത്തിക താല്പര്യങ്ങൾ, അന്തർദേശീയ സൗഹൃദങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി വിലക്കുള്ള വിവരങ്ങൾ, അതേപോലെ നിയമനിർമ്മാണ സഭകളുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ, വ്യാപാര രഹസ്യങ്ങൾ, മന്ത്രിസഭാ സെക്രട്ടറിമാർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയ നിരൂപണങ്ങൾ ഉൾപ്പെടുന്ന മന്ത്രിസഭാ രേഖകൾ, ഇതൊന്നും കൊടുക്കണ്ട എന്നുള്ളതാണ് എക്സംഷൻ. ഇതൊക്കെ വിവരാവകാശത്തിൽ നിന്നും ഒഴിവാക്കിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 8 പറയുന്നത്. അടുത്ത സെക്ഷൻ 9 ഉണ്ട്. സെക്ഷൻ 9 റിജക്ഷൻ ആണ്. ഏതൊക്കെ വിവരങ്ങളാണ് ചോദിച്ചാലാണ് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ഗ്രൗണ്ട്സ് ഫോർ റിജക്ഷൻ ടു ആക്സസ് ഇൻ സർട്ടൻ കേസസ് ആണ്. റിജക്ഷൻ ആണ് ഇതിനകത്ത് പറയുന്നത്. അടുത്ത സെക്ഷൻ 10 നമുക്ക് അത്ര ആവശ്യമുള്ള ഒരു സെക്ഷൻ അല്ല. സെക്ഷൻ 11 പറയുന്നത് എന്താണ്? സെക്ഷൻ 11 മൂന്നാം കക്ഷി വിവരങ്ങളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 11 പറയുന്നത്. മൂന്നാം കക്ഷി തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആണ്. മൂന്നാം കക്ഷി വിവരത്തെ കുറിച്ചിട്ടാണ്. അതായത് അപേക്ഷിക്കുന്ന ആളും അപേക്ഷ സ്വീകരിക്കുന്ന ആളും അല്ലാതെ മൂന്നാമതൊരാളെ കുറിച്ചുള്ള വിവരം ചോദിച്ചാൽ അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് സെക്ഷൻ 11 പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 3 ദ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അഥവാ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഇതിൽ സെക്ഷൻ 12 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണ്. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. The central government shall by notification in the official gazette constituted a body to be known as the Central Information Commission to exercise the powers conferred on and to perform the functions assigned to it under this act. 2. The Central Information Commission shall consist of the Chief Information Commissioner and such a number of Central Information Commissioners not exceeding 10 as may be deemed necessary. അപ്പോൾ അതാണ് സെക്ഷൻ 2 പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത എന്നാണ്, നോട്ട് എക്സീഡിങ് 10 എന്നാണ് പറയുന്നത്. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം എന്നാണ് സെക്ഷൻ 12 2A, B എന്നിവ പറയുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 12 2A, B പറയുന്നത് എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത നോട്ട് എക്സീഡിങ് 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ഇനി 12 തന്നെ സെക്ഷൻ 12 എന്താണ് പറയുന്നത് നോക്കുക. ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ കമ്മിറ്റി. അതായത് ഒരു
കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും നിയമിക്കപ്പെടുന്നതെന്ന്. ഇനി ആ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും? ആ ശുപാർശ ചെയ്യുന്ന, അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന ആൾക്കാർ, ഒന്ന് പ്രൈം മിനിസ്റ്റർ, ഹൂ ഷാൾ ബി ദ ചെയർപേഴ്സൺ ഓഫ് ദ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരിക്കും പ്രൈം മിനിസ്റ്റർ. അതായത് പ്രൈം മിനിസ്റ്റർ ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ മറ്റാരൊക്കെ ഉണ്ട്? ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോകസഭ ആൻഡ് എ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ടു ബി നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും അതുപോലെ ലോകസഭ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കുമെന്ന്, അല്ലേ? അപ്പൊ എന്താണ് സെക്ഷൻ 12-ലെ 3 പറയുന്നത് എന്ന് നോക്കാം. സെക്ഷൻ 12-ലെ 3 പറയുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളെ കുറിച്ചിട്ടാണ്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ചെയർമാനും ലോകസഭാ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്ന 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ പറയുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്ന ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതൊരു ചോദ്യമായിട്ട് നാളെ വന്നേക്കും. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? അത് സെക്ഷൻ 12 ആണ് കേട്ടോ, സെക്ഷൻ 12. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന അറിയാലോ, 2005 ഒക്ടോബർ 12 ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് CIC ഭവൻ, ഡൽഹിയിലാണ്. ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നാണ്. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവൻ, ഡൽഹി. മുൻപ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു. നമുക്ക് പഠിക്കേണ്ടത് ടേം ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആണ്. അതായത് ഇവരുടെ കാലാവധിയും സേവന വ്യവസ്ഥകളുമാണ്. ഇവരുടെ കാലാവധി, അതായത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ ഇവരുടെ ശമ്പളവും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതാണ് സെക്ഷൻ 13-ൽ പറയുന്നത്. ഇനി സെക്ഷൻ 14 നമുക്ക് നോക്കാം. സെക്ഷൻ 14-ല് ഇവരുടെ റിമൂവലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റിമൂവൽ ഓഫ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർമാർ, അല്ലെ? റിമൂവൽ ഓഫ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓർ ഇൻഫർമേഷൻ കമ്മീഷണർ. അപ്പൊ ഇവരുടെ റിമൂവൽ എന്ന് പറഞ്ഞാൽ ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ പ്രസിഡന്റ് ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4-ൽ പറയുന്നത് ദ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ്. അതായത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. അതിൽ സെക്ഷൻ 15 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്നാണ്. അതായത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം എന്നാണ് അതിൽ പറയുന്നത്. നോക്കുക, എവരി സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ ബോഡി ടു ബി നോൺ ആസ് ദ name of the state information commission to exercise the powers conferred on and to perform the functions assigned to it under this act. The state information commission shall consist of the state chief information commissioner and such a number of state information commissioners not exceeding 10 as may be deemed necessary. അപ്പോൾ സെക്ഷൻ 15-ലെ 2-ലെ എയും ബിയും പറയുന്നത് എന്താണ്? നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ എന്ത് ചെയ്യണം? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണമെന്നാണ് സെക്ഷൻ 15(2)-ലെ എയും ബിയും പറയുന്നത്. അപ്പൊ സെക്ഷൻ അങ്ങനെയൊന്നും ഓർത്തിക്കണ്ട, സെക്ഷൻ 15-ലാണ് ഇത് പറയുന്നത് എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ സെക്ഷൻ 15-ലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 15 ഓർത്തിരിക്കുക. അതിൽ തന്നെയാണ്, ഇങ്ങനെ എടുത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കത്തില്ല, അതിൽ തന്നെയാണ് എന്ത് പറയുന്നത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഈ 10-ൽ കൂടാത്ത എന്നുള്ള വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. 10-ൽ കൂടാത്ത കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ്? ഒരു സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇനി ആ 15-ലെ സെക്ഷൻ 15-ലെ 3 നോക്കുക. 3 അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവിടെ പഠിച്ചതുപോലെ തന്നെ 12(3)-ൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും സെക്ഷൻ 15(3) ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ദ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ദ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ കമ്മിറ്റി. ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സംസ്ഥാനത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ശുപാർശ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? ദ ചീഫ് മിനിസ്റ്റർ ഹൂ ഷാൾ ബി ദ ചെയർപേഴ്സൺ ഓഫ് കമ്മിറ്റി, അല്ലെ? മുഖ്യമന്ത്രി
അതിൻ്റെ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഉണ്ടാവുക. ആ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയെ കൂടാതെ ആരൊക്കെ ഉണ്ടാകും? ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവ് അല്ലെ, ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെ, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. അതേപോലെ ക്യാബിനറ്റ് മിനിസ്റ്റർ ടു ബി നോമിനേറ്റഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു ക്യാബിനറ്റ് മിനിസ്റ്റർ കൂടി ഉണ്ടാകുമെന്ന് പറയുന്നത്. അങ്ങനെ 3 പേര് അല്ലേ. നമ്മൾ കേന്ദ്രത്തിൽ പഠിച്ചല്ലോ. കേന്ദ്രത്തിൽ ആരൊക്കെയാണ്? കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? പ്രധാനമന്ത്രിയും ലോകസഭാ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയും ചേർന്നിട്ടാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത്. അതുപോലെ സംസ്ഥാനത്തിൽ വരുമ്പോൾ ആരാണ്? മുഖ്യമന്ത്രിയും അതേപോലെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും പിന്നെ നമ്മുടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ചേർന്നിട്ട്, ഇവർ 3 പേരും ചേർന്നിട്ടാണ് ആരെ നിയമിക്കുന്നത്? മുഖ്യമന്ത്രിയും ആരെ നിയമിക്കുന്നത്? നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് സെക്ഷൻ 15. ഇനി സെക്ഷൻ 16 പറയുന്നത് ടേം ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആണ്. സെക്ഷൻ 16 ടേം ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആണ്. ഇത് ഇവിടെയും നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ പോലെ തന്നെയാണ്. അതായത് നമ്മുടെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധിയും അവരുടെ ശമ്പളവും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മറ്റേ അവിടെയും അങ്ങനെ തന്നെയാണല്ലോ, കേന്ദ്രത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇനി ഇതിപ്പോൾ സെക്ഷൻ 16 കഴിഞ്ഞു. ഇനി നമുക്ക് സെക്ഷൻ 17 പഠിക്കേണ്ടത്. സെക്ഷൻ 17 ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും റിമൂവലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അവരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പിലാണ്. ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും ഗവർണർക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ കേന്ദ്രത്തിൽ പഠിച്ചത് അവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഗവർണർക്കാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്ക് മുന്നിൽ തന്നെയാണ് കേട്ടോ. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി പാലാട്ട് മോഹൻദാസ് ആണ് അല്ലേ, പാലാട്ട് മോഹൻദാസ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നത്. 15, 16, 17 ആ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇത്രയുമാണ് ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് 18ാമത് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ വിവരാവകാശ കമ്മീഷൻ. ഇപ്പോൾ കേന്ദ്രത്തിലെ ആണെങ്കിലും സംസ്ഥാനത്തിലെ ആണെങ്കിലും വിവരാവകാശ കമ്മീഷന്റെ കടമകളും ചുമതലകളും ഒക്കെയാണ് നമ്മൾ സെക്ഷൻ 18 പഠിച്ചിട്ടുള്ളത് അല്ലേ. അത് 5ാമത്തെ ചാപ്റ്ററിൽ വരുന്നു. 19 എന്താണ്? അപ്പീലാണ്. അപ്പീലിനെ കുറിച്ചിട്ടാണ് 19 പറയുന്നത്. അപ്പീൽ. അതേപോലെ 19 പറയുന്നത് അപ്പീലിനെ കുറിച്ചിട്ടാണ്. അതേപോലെ 20 സെക്ഷൻ 20 എന്താ പറയുന്നത്? അത് ശിക്ഷകളാണ് അല്ലെ, ഒരു ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷകളാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ബെയർ ആക്ട് വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഒന്ന് റിവിഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ഓക്കെ ആവും. ഈ ക്ലാസ് ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇതിൻ്റെ ഒരു തുടർച്ച നമ്മുടെ കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ ചില വിവരങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിവരങ്ങൾ കൂടി നമുക്ക് പഠിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന മാർക്ക് ഫുള്ള് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ക്ലാസ് കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.